2022 ജൂലൈ 3 മന്ത്രി സജി ചെറിയാനും ഭരണഘടനയും. ഒരു റൗണ്ട് വിവാദം കേരളം കണ്ടു. രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് സജി ചെറിയാൻ അന്ന് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയോട് നിർവാജ്യമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്ന് സത്യം ചെയ്തുകൊണ്ടാണ് ഒരു മന്ത്രി അധികാരമേൽക്കുന്നത്. ആ മന്ത്രിയാണ് സാധാരണക്കാരെ ചൂഷണം ചെയ്യാനാണ് ഭരണഘടനയെന്ന് പ്രസംഗിച്ചത്. ഇതാണോ ഭരണഘടനയോടുള്ള പാർട്ടിയുടെ നിലപാടെന്ന് കേരളം ചോദിച്ചു. പിന്നെ രാജി വന്നു. പോലീസ് റിപ്പോർട്ട് അനുകൂലമായതോടെ പിന്നീട് മന്ത്രിസ്ഥാനം തിരികെ കിട്ടി. പക്ഷേ നിലപാട് മാറിയോ? ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആള് പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണ ഭാഷ പറഞ്ഞ ഇച്ചിരി മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഭരണഘടനയെ കുറിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതണമെന്ന് പറഞ്ഞു. ഉടനെ അതിനടിയിൽ എഴുതിയിരിക്കുകയാണ് സജി ചെറിയാനോട് ചോദിച്ചേക്കണം. ഞാൻ ഭരണഘടനയെ പറ്റി പറഞ്ഞത് ശരിയായി, അതൊരു മാറ്റവും ഇല്ല, അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതൊക്കെ ഇല്ലേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അറിഞ്ഞോളൂ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ആളുകളെ ആക്ഷേപിക്കുന്നത്?